ഓക്കെ, മോങ്സിനെ ബ്രൗണിൽ പിടിച്ചു വച്ചിരിക്കുകയാണ്. എന്നിട്ട് പുതിയ വാർത്തകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടർ ലസ്ബേൺ മോങ്സിനെ കാവലാക്കിക്കൊണ്ട് ബ്രൗണിൽ പുറത്തു പോയിരിക്കുകയാണ്. ഡൗൺ ദ റിവർ തെയിംസ് വാസ് എ ഡിസ്ട്രിക്ട് കോൾഡ് റോത്തർഹിത്തെ. ഡൗൺ ദ റിവർ തെയിംസ് നദിയുടെ താഴ്ഭാഗത്തായിട്ട് വാസ് എ ഡിസ്ട്രിക്ട്, അവിടെ ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ടായിരുന്നു കോൾഡ് റോത്തർഹിത്തെ. അതിൻ്റെ പേര് റോത്തർഹിത്തെ എന്നാണ്. വൺ ഓഫ് ദ ഡേർട്ടിയസ്റ്റ് ആൻഡ് ദ റഫസ്റ്റ് പ്ലേസസ് ഇൻ ദ ലണ്ടൻ. വൺ ഓഫ് ദ ഡേർട്ടിയസ്റ്റ്, വളരെയധികം വൃത്തികെട്ട ആൻഡ് റഫസ്റ്റ്, വളരെ കാഠിന്യമാർന്ന ഒരു സ്ഥലം ലണ്ടനിൽ. ദ ഹൗസസ് നെക്സ്റ്റ് ടു ദ റിവർ ഹാഡ് നോ ഓണേഴ്സ്. ദ ഹൗസസ് നെക്സ്റ്റ് ടു ദ റിവർ, അത് വീടുകളിൽ നെക്സ്റ്റ് ടു ദ റിവറിൻ്റെ അടുത്തുള്ള വീടുകളിൽ ഹാഡ് നോ ഓണേഴ്സ്, അതിന് ഉടമസ്ഥരുണ്ടായിരുന്നില്ല. അനാഥമായ കുറേ വീടുകൾ നടത്താം. ദേ വർ ബ്രോക്കൺ ഡൗൺ ആൻഡ് റൂയിൻഡ്. അതൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ആൻഡ് ബ്രോക്കൺ ഡൗൺ ആൻഡ് റൂയിൻ, തകർന്നിട്ടുണ്ട്, പിന്നെ അതിങ്ങനെ നശിച്ചിട്ടുണ്ട്. ബട്ട് കുഡ് ബി ഡിഫെൻഡഡ് അഗെൻസ്റ്റ് അറ്റാക്ക്. ഇത് ഒരു പക്ഷേ എന്തോ ഒരു ആക്രമണത്തിനെ പ്രതിരോധിച്ചതിൻ്റെ ഭാഗമായിട്ടാവണം. ഇൻ ദ അപ്പർ റൂം ഓഫ്, അതിൻ്റെ മുകളിലെ റൂമിൽ, വൺ ഓഫ് ദിസ് ഹൗസസ്, ഈ വീടുകളിൽ ഒരു വീട്ടിൽ വേർ 3 മെമ്പേഴ്സ് ഓഫ് ഫാഗിൻസ് ഗാങ്. ഫാഗിൻ്റെ ഗാങ്ങിൽ 3 ആളുകളുണ്ടായിരുന്നു. വെൻ വാസ് ഫാഗിൻ ടേക്കൺ ദെൻ ആസ്ക് ദ മാൻ കോൾഡ് ടോബി. വെൻ വാസ് ഫാഗിൻ ടേക്കൺ ദെൻ, അപ്പോൾ ഫാഗിനെ ആൾറെഡി പൊക്കിയിട്ടുണ്ട്. വെൻ വാസ് ഫാഗിൻ ടേക്കൺ, എപ്പോഴാണ് ഫാഗിനെ പൊക്കിയത്, എടുത്തത് എന്നർത്ഥം. ആസ്ക് ദ മാൻ കോൾഡ് ടോബി എന്ന് പറഞ്ഞ ആൾ ചോദിച്ചു. 2 o'clock in the afternoon, 2 o'clock 2 മണിക്ക് ദിസ് ആഫ്റ്റർനൂൺ, ഈ ഉച്ചയ്ക്ക് ശേഷം. ചാർലി ആൻഡ് ഐ എസ്കേപ്ഡ് അപ്പ് ദ ചിമ്നി ബട്ട് നോഹ വാസ് കോട്ട്. ഓക്കെ, ചാർലി ആൻഡ് ഐ എസ്കേപ്ഡ് അപ്പ് ദ ചിമ്നി, ഞാനും ചാർലിയും രക്ഷപ്പെട്ടു, ചിമ്മിനി വഴി രക്ഷപ്പെട്ടു. പക്ഷേ ബട്ട് നോഹ വാസ് കോട്ട്, മോഹയും പിടിച്ചിട്ടുണ്ട്. ബറ്റ് വെൻ ടു സീ നാൻസി ആൻഡ് വെൻ ഷീ സോ ദ ബോഡി. ബെറ്റ് എന്ന് പറഞ്ഞ ആൾ വെൻ ടു സീ നാൻസിയെ കാണാൻ പോയി. ആൻഡ് വെൻ ഷീ സോ ദ ബോഡി, ബെറ്റ് എന്ന് പറഞ്ഞാൽ നാൻസിയുടെ കൂടെ ഉണ്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഒരു സുഹൃത്തുക്കളായിട്ട് 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, നേരത്തെ പറയുന്നില്ല. ബെറ്റ് വെൻ ടു സീ നാൻസിയെ കാണാൻ പോയി. ആൻഡ് വെൻ ഷീ സോ ദ ബോഡി, അവൾ ആ ബോഡി ശരീരം കണ്ടപ്പോൾ ഷീ സ്റ്റാർട്ടഡ് സ്ക്രീമിങ്, അവൾ കരയാൻ തുടങ്ങി. ആൻഡ് വുഡിൻ സ്റ്റോപ്പ്, എന്നിട്ട് നിർത്തിയില്ല. ഷീ ബീൻ ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ, അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. വാട്ട് ഹാപ്പൻ ടു ചാർലി ബേറ്റ്സ്? ചാർലി ബേറ്റ്സിന് എന്ത് സംഭവിച്ചു? ഇതൊക്കെ മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അല്ലേ, ഒലിവറിനെ കൊണ്ടുവന്ന സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. വാട്ട് ഹാപ്പൻ ടു ചാർലി ബേറ്റ്സിന് സംഭവിച്ചു? ഹി വിൽ കം ഹിയർ വെൻ ഇറ്റ്സ് ഡാർക്ക്. അവൻ ഇരുട്ടാവുമ്പോൾ ഇവിടെ വരും. ഇറ്റ്സ് ടു ഡേഞ്ചറസ് നൗ. ഇപ്പോൾ വരാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ഡേഞ്ചറസ്, വളരെ അപകടകരമാണ് ഇപ്പോൾ. വി ആർ ഇൻ ട്രബിൾ, നമ്മൾ പ്രശ്നത്തിലാണ്. സെഡ് ടോബി പറഞ്ഞു. ഫാഗിൻ ഗോയിങ് ടു ഹാങ്, ദാറ്റ് സർട്ടൺ. ഫാഗിൻ എന്തായാലും തൂക്കിക്കൊല്ലും, ദാറ്റ് സർട്ടൺ, അത് ഉറപ്പാണ്. യു ഷുഡ് ഹാവ് സീൻ ഹിം വെൻ ഹി വാസ് കോട്ട്. നീ കാണണമായിരുന്നു. വെൻ ഹി വാസ് കോട്ട്, അവനെ പിടിച്ചപ്പോൾ കാണാമായിരുന്നു. സെഡ് അനദർ റോബർ, മറ്റൊരു കൊലകാരൻ പറഞ്ഞു. ദ പോലീസ് ക്യാരിഡ് ഹിം, പോലീസ് അയാളെ എടുത്തു കൊണ്ടുപോയി. ത്രോ ദ ക്രൗഡ്, ജനങ്ങളുടെ ഇടയിലൂടെ. വൈൽ ഓൾ ദ പീപ്പിൾ ജംപ്ഡ് അറ്റ് ഹിം, എല്ലാ ആളുകളും അയാളെ നേരെ ചാടുകയായിരുന്നു. സ്ക്രീമിങ് ആൻഡ് ട്രൈങ് ടു അറ്റാക്ക് ഹിം, ഒച്ചത്തിൽ ബഹളം വെച്ചുകൊണ്ട് ആൻഡ് ട്രൈങ് ടു അറ്റാക്ക് ഹിം, അവനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. സഡൻലി സൈക്സ് ഡോഗ് റാൻ ഇൻ ടു ദ റൂം. പെട്ടെന്ന് തന്നെ ആ സമയത്ത് സൈക്സിൻ്റെ പട്ടി റൂമിലേക്ക് കയറി വന്നു. ഓൾ ദ റോബേഴ്സ് റഷ്ഡ് ഔട്ട് ഇമ്മീഡിയറ്റ്ലി ടു ലുക്ക് ഫോർ സൈക്സ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ കള്ളന്മാരും എന്ത് ചെയ്തു? റഷ്ഡ് ഔട്ട്, പുറത്തേക്ക് വന്നു ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ, ടു ലുക്ക് ഫോർ സൈക്സിനെ കാണാൻ വേണ്ടിയിട്ട്. ബട്ട് ദർ വാസ് നോ സൈൻ ഓഫ്, പക്ഷേ ദർ വാസ് നോ സൈൻ, ഒരു അടയാളം ഉണ്ടായിരുന്നില്ല ഓഫ് ഹിം, അയാളെ കുറിച്ച്. ദേ റിട്ടേൺഡ് ടു ദ അപ്സ്റ്റേഴ്സ് റൂം, അവർ മുകളിലത്തെ മുറിയിലേക്ക് തന്നെ വന്നു. ഐ ഹോപ്പ് ഹീ ഈസ് നോട്ട് കമ്മിങ് ഹിയർ, സെഡ് ടോബി. ഐ ഹോപ്പ്, ഞാൻ വിചാരിക്കുന്നു, ഹീ ഈസ് നോട്ട് കമ്മിങ് ഹിയർ, അയാൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, സെഡ് ടോബി പറഞ്ഞു. The dogs come a long way, said another man, covered in mud and tired out. The dog came a long way. പട്ടി ഒരുപാട് ദൂരം വന്നതുപോലെ തോന്നുന്നുണ്ട്. സെറ്റ് അനദർ മാൻ, വേറൊരാൾ പറഞ്ഞു. കവേർഡ് ഇൻ മഡ്, അത് ചളിയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട്. ആൻഡ് ടയർഡ് ഔട്ട്, അത് ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്.
They sat there in silence. അവരവിടെ നിശബ്ദതയിൽ ഇങ്ങനെ ഇരുന്നു. Wondering where Sykes was. Sykes എവിടെയായിരിക്കും ഇങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട്. It was already dark. ആ സമയത്ത് it was already dark, ഇരുട്ടായിരുന്നു. When they heard a sudden hurried knock. When they heard, പെട്ടെന്ന് കേട്ടപ്പോൾ a sudden പെട്ടെന്നുള്ളൊരു hurried knock, ധൃതിയിലുള്ള ഒരു വാതിൽ ഒരു മുട്ടൽ. At the door downstairs, താഴെയുള്ള ഡോറിൽ. Toby went to the window to look down. Toby went to the window, ജനലിൻ്റെ അടുത്തേക്ക് പോയി to look down, താഴേക്ക് നോക്കാൻ വേണ്ടി. Then pulled his head back in. പെട്ടെന്ന് അയാളെ തല ഉള്ളിലേക്ക് വലിച്ചു. His face pale with fear. അയാളുടെ മുഖം വിളറിയിരുന്നു with fear, ഭയങ്കരത്താൽ. There was no need to tell the others who it was. മറ്റുള്ളവരോട് അത് ആരാണെന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അവൻ്റെ മുഖത്തത് തെളിവുണ്ടായിരുന്നു, അത് വ്യക്തമായിരുന്നു. We must let him in, said Toby. നമുക്ക് അയാളെ ഉള്ളിലേക്ക് വിടണം. Although none of them wanted to see him. ആരും അയാളെ കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും. Toby went down to the door and returned. ടോബി താഴെ പോയിട്ട് ഡോറിൻ്റെ അടുത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നു. Followed by Sykes. അപ്പോൾ സൈക്സ് ആണ്. Followed by Sykes, സൈക്സിനോടൊപ്പം. White face, വെള്ള കളറുള്ള മുഖം, with 3-day-old beard. 3 ദിവസമായിട്ടുള്ള ഒരു താടിയുണ്ട് അയാൾക്ക്. ഹോളോ ചീക്സ്, കുഴിഞ്ഞ കവിളുകൾ, ആൻഡ് സ്റ്റെയറിങ് ഐസ്, തറച്ച നോട്ടമുള്ള കണ്ണുകൾ. സൈക്സ് ലുക്ക്ഡ് ലൈക്ക് എ ഗോസ്റ്റ്. സൈക്സിനെ കണ്ടപ്പോൾ ഒരു പ്രേതത്തെ പോലെ തോന്നി. നോ വൺ സെഡ് എ വേർഡ്. ഒരാളും ഒന്നും പറഞ്ഞില്ല. നത്തിങ് ടു സേ ടു മീ, സൈക്സ് ആസ്ക്ഡ്. എന്നോടൊന്നും പറയണ്ട എന്ന് പറയാം. നെറ്റ് സേ മീ, സൈക്സ് ആസ്ക്ഡ്. സൈക്സ് ചോദിച്ചുകൊണ്ട് പറഞ്ഞു. The only answer was a low shout of many voices from outside in the distance. The only answer, എൻ്റെ ഉത്തരം എന്തായിരുന്നു? was a slow shout of many voices. ചെറിയ ശബ്ദങ്ങളായിരുന്നു. ഓഫ് മെനി വോയിസ്, പല ശബ്ദങ്ങൾ. ഫ്രം ഔട്ട്സൈഡ് ദ ഡിസ്റ്റൻസ്, കുറച്ച് ദൂരെ പുറത്ത്. കമ്മിങ് ക്ലോസർ, അത് അടുത്തേക്ക് വരായിരുന്നു. ലൈറ്റ്സ് അപ്പിയേർഡ്, വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. ലുക്കിംഗ് ഔട്ട്, നോക്കിക്കൊണ്ട്. സൈക്സ് സോ എ സ്ട്രീം ഓഫ് പീപ്പിൾ ക്രോസിങ് ദ ബ്രിഡ്ജ് ടുവേർഡ്സ് ദം. സൈക്സ് കണ്ടു സ്ട്രീം ഓഫ് പീപ്പിൾ, ആളുകളെ ഒഴുകി വരികയാണ്. ക്രോസിങ് ദ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ടുവേർഡ്സ് ദം, അവരുടെ നേരെ. ദെൻ ദർ വാസ് എ ലൗഡ് നോക്കിംഗ് ഓൺ ദ ഡോർ. അപ്പോൾ അത് തന്നെ ഒരു വലിയ ശബ്ദത്തിലുള്ള ഒരു തട്ടൽ വാതിൽ കേട്ടു. ആൻഡ് മോർ ഷൗട്ട്സ് ഫ്രം ദ ക്രൗഡ്, മാത്രമല്ല കൂടുതൽ വെച്ച ബഹളങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന്. ദ ഡോർസ് ആർ മെയ്ഡ് ഓഫ് മെറ്റൽ ആൻഡ് ദേ ആർ ലോക്ക്ഡ് ആൻഡ് ചെയിൻഡ്, സെഡ് ടോബി. ടോബി പറഞ്ഞു, ഡോർസ് ആർ മെയ്ഡ് ഓഫ് മെറ്റൽ, അത് ഇരുമ്പോളുണ്ടാക്കിയ വാതിലാണ്. ആൻഡ് ദേ ആർ ലോക്ക്ഡ് ആൻഡ് ചെയിൻഡ്, മാത്രമല്ല അത് അടച്ചിട്ടുണ്ട്, അതിനെ ചെയിനിട്ട് പൂട്ടിയിട്ടുണ്ട്. ദറ്റ് സെഡ് ടോബി. ടോബി പറഞ്ഞു. ദ 3 robbers വാച്ച്ഡ് സൈക്സ് നെർവസ്ലി. ദ 3 robbers, ആ 3 കള്ളന്മാരും കൊള്ളക്കാരും വാച്ച്ഡ് സൈക്സിനെ ഇങ്ങനെ നോക്കി, നെർവസ്ലി, ഒരു ഭയാനകമായ അവസ്ഥയിൽ. നെർവസ്, നേരത്തെ പറഞ്ഞില്ലേ, മനസ്സമ്മർദ്ദത്തോട് കൂടിയിട്ട്. ആസ് ഇഫ് ഹി വേർ എ വൈൽഡ് എനിമൽ, അയാളൊരു ഒരു കാട്ടുമൃഗമാണ് എന്നുള്ളത് പോലെ. ബ്രിങ് എ ലാഡർ ഷൗട്ടഡ് കം ടു ദ ക്രൗഡ് ബിലോ. ബ്രിങ് എ ലാഡർ, ഒരു കോണി കൊണ്ടുപോവാ. ഷൗട്ടഡ് സം ഓഫ് ദ ക്രൗഡ്, ചില ജനങ്ങൾ, ആൾക്കാരുടെ ഇടയിൽ നിന്ന് ചിലർ താഴെ പറയുന്നത് കേട്ടു. ഗിവ് മീ എ റോപ്പ് ക്യൂക്ക്, എനിക്കൊരു കയറുതാ ക്യൂക്ക്, പെട്ടെന്ന് തന്നെ. സൈക്സ് സെഡ് ടു ദ അതേഴ്സ്, സൈക്സ് മറ്റുള്ളവരോട് പറഞ്ഞു. ഐ വിൽ ഗോ ദ അതർ വേ, ഞാൻ മറ്റു വഴി കൂടെ പോകാം. ക്ലൈം ഡൗൺ ദ ബാക്ക് ആൻഡ് എസ്കേപ്പ് ഓവർ ദ റിവർ, മാത്രമല്ല ക്ലൈം ഡൗൺ ദ ബാക്ക്, പുറകിലൂടെ താഴേക്ക് ഇറങ്ങി ആൻഡ് എസ്കേപ്പ്, രക്ഷപ്പെടാം. ഓവർ ദ റിവർ, പുഴയ്ക്ക് നേരെ. ഗെറ്റ് മീ എ റോപ്പ്, എനിക്ക് കയറുതാ നൗ, ഇപ്പോൾ. ഓർ ഐ വിൽ ഡു 3 more murders, അല്ലെങ്കിൽ ഞാൻ 3 കൊലപാതകങ്ങൾ കൂടി നടത്തും. മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന തുടങ്ങിയാൽ. ഓക്കെ. എ മിനിറ്റ് ലേറ്റർ, ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ, സൈക്സ് അപ്പിയർഡ് ഓൺ ദ റൂഫ് ആൻഡ് ഷൗട്ട്സ് ഫ്രം ദ crowd below swelled to a great roar. അപ്പോൾ നേരത്തെ പട്ടി വന്നില്ല, പട്ടീനെ പോലീസ് ആൾറെഡി പൊക്കിയിരുന്നു. അപ്പോൾ പട്ടി വന്ന ഡയറക്ഷൻ പിടിച്ചിട്ട് ജനങ്ങളും പോലീസൊക്കെ അടുത്തേന്ന് തോന്നുന്നു. എ മിനിറ്റ് ലേറ്റർ, പിന്നീട് കഴിഞ്ഞപ്പോൾ, സൈക്സ് അപ്പിയർഡ് ഓൺ ദ റൂഫ്, സൈക്സ് റൂഫിൽ മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ആൻഡ് ഷൗട്ട്സ് ഫ്രം ദ ക്രൗഡ് ബിലോ സ്വെൽഡ് ടു ഗ്രേ റോർ. ആ സമയത്ത് ഈ ആളുകളുടെ ഈ ഷൗട്ടിങ് ഉണ്ടല്ലോ, ഉറക്കിനുള്ള സംസാരം, ബിലോ സ്വെൽഡ് ടു ഗ്രേ റോർ, ഒരു അട്ടഹാസമായി മാറി. വില കണ്ടോടുകൂടി ആൾക്കാർ കൂടി ആർക്കാൻ തുടങ്ങി. ദെൻ ദ ഫ്രണ്ട് ഡോർ വാസ് smashed down and the people streamed into the house. Then the front door, മുന്നിലുള്ള വാതിൽ, was smashed, തകർത്തു, down, താഴെ, and people streamed into the house. ജനങ്ങളിങ്ങനെ അകത്തേക്ക് ഒഴുകി. Sykes quickly tied the rope and around the chimney.
സൈക്സ് പെട്ടെന്ന് തന്നെ ചിമ്മിനി കയറുകൊണ്ട് കെട്ടി ആൻഡ് ദ റോപ്പ് അറൗണ്ട് ദ ചിമ്മിനി ആൻഡ് ദെൻ ബിഗൻ ടു ടൈ ദ അതർ എൻഡ് അറൗണ്ട് ഹിംസെൽഫ്. മാത്രമല്ല അതിൻ്റെ ബാക്കി അടുത്ത എൻഡ് അയാളുടെ മേത്ത് അയാളെ ചുറ്റാൻ നിൽക്കുകയായിരുന്നു. റെഡി ടു ലോവർ ഹിംസെൽഫ് ടു ദ ഗ്രൗണ്ട് ബിഹൈൻഡ് ദ ഹൗസ്. അതായത് അയാൾ താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബിഹൈൻഡ് ദ ഹൗസ്, വീടിൻ്റെ പുറകിൽ. ബട്ട് ജസ്റ്റ് ആസ് ഹീ പുട്ട് ദ റോപ്പ് ഓവർ ഹിസ് ഹെഡ്. പക്ഷേ അയാൾ കഴുത്തിന്മേൽക്ക് കയറ് കെട്ടിയപ്പോൾ തന്നെ ഹി സ്ക്രീംഡ് ഇൻ ടെറർ. അയാൾ നിലവിളിച്ചു ഇൻ ടെറർ, ഭയം കൊണ്ട്. ആൻഡ് ത്രൂ ഹിസ് ആംസ് എബോവ് ഹിസ് ഹെഡ്. അയാൾ കൈകളിങ്ങനെ അയാൾ തലക്ക് മീതെ ഇങ്ങനെ എറിഞ്ഞു. ഹി സ്റ്റാഗേർഡ് ബാക്ക്, സ്ലിപ്ഡ്. മാത്രമേ അയാൾ ബാക്കിലേക്ക് ഇങ്ങനെ തെറിച്ചു. സ്ലിപ്ഡായി ആൻഡ് ഫെൽ ഓവർ ദ എഡ്ജ് ഓഫ് ദ റൂഫ്. അയാൾ ആ അത് മുകളിൽ നിന്നും അതിൻ്റെ തെല്ലുണ്ടല്ലോ, തെല്ലിൽ നിന്ന് താഴേക്ക് വീണു. ആസ് ഹി ഫെൽ, അയാൾ വീഴുന്നതോടുകൂടി തന്നെ റോപ്പ് ടൈറ്റൻഡ് അറൗണ്ട് ഹിസ് നെക്ക്. അത് കയറ് അയാളുടെ കഴുത്തിൽ കുരുകി. വിത്ത് ഹൊറിബിൾ ചെർക്ക്, ഒരു ഭയാനകമായ ശബ്ദത്തോടു കൂടി. ഇൻ എ സെക്കൻഡ് ദ മർഡർ വാസ് ഡെഡ്. ഒരു സെക്കൻഡിനുള്ളിൽ ദ മർഡർ വാസ് ഡെഡ്. ആ കൊലപാതകി കൊല്ലപ്പെട്ടു. And there he hung, his body swinging gently from side to side. And there he hung, അയാൾ തൂങ്ങിക്കിടക്കുകയാണ്. ഹിസ് ബോഡി, അയാൾ ശരീരം സ്വിങ്ങിങ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്നു. ജെൻ്റലി പതുക്കെ, ഫ്രം സൈഡ് ടു സൈഡ്, ഒരു സൈഡിൻ്റെ വേറെ സൈഡിലേക്ക്. ദ ഡോഗ്, പട്ടി, വിച്ച് ഹാഡ് ഫോളോഡ് ഹിറ്റ്സ് മാസ്റ്റർ ഓൺ ടു ദ റൂഫ്, അത് പിന്തുടർന്ന് ചെന്നിരുന്നു അതിൻ്റെ മാസ്റ്ററിനെ, യജമാനെ, ഇൻ ടു ദ റൂഫിൻ്റെ മുകളിലേക്ക്. ജംപ്ഡ് ഡൗൺ ടുവേർഡ്സ് ദ ലൈഫ്ലെസ് ബോഡി, മിസ്ഡ് ആൻഡ് ഫെൽ ഡെഡ് ഓൺ ദ സ്റ്റോൺസ് ബിലോ. ജംപ്ഡ്, അത് ചാടി ടുവേർഡ്സ് ദ ലൈഫ്ലെസ് ബോഡി, അത് ജീവനില്ലാത്ത ശരീരത്തിന് നേരെ ചാടി. മിസ്, പക്ഷേ ചാടിയപ്പോൾ കിട്ടിയില്ല, മിസ് ചെയ്തു. ആൻഡ് ഫെൽ ഡെഡ്, അത് വീണു. ആൻഡ് ദ സ്റ്റോൺസ് ബിലോ, താഴെയുള്ള തറയിൽ കല്ലുകൾക്കിടയിൽ പട്ടി വീണ് ചത്തു. So this was the story. Let's see what's remaining. We'll continue in the next episode.